ഹായ്, അഡ്വഞ്ചർ സ്പോട്ട് സെൻ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ഹണിമൂൺ ഡെസ്റ്റിനേഷനായ ഊട്ടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. നല്ല ക്ലൈമറ്റ് ആയിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പൊതുവേ ഊട്ടി എപ്പോഴും നല്ല ക്ലൈമറ്റ് ആയിരിക്കും. അപ്പം നമുക്ക് ഊട്ടീൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ ഒരുപാട് ഡെസ്റ്റിനേഷനുണ്ട്. കാണാൻ പറ്റിയ നമുക്കിപ്പോൾ ഉള്ളത് സൂയിസൈഡ് പോയിൻ്റ് ഉണ്ട്, പിന്നെ പൈക്കര വാട്ടർഫാൾസ് ഉണ്ട്, അതേമാതിരി തന്നെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉണ്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഊട്ടി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഊട്ടീൻ്റെ വിശേഷങ്ങൾ കാണാം, കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മൾ ഊട്ടിക്ക് പോകുന്ന വഴിക്കുള്ള ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഇവിടെ, നീഡിൽ റോക്ക് വ്യൂ പോയിൻ്റ് എന്നുണ്ടല്ലേ. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയേക്കുവാണ്. എൻട്രി ഫീ വരുന്നത് 20 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. പിന്നെ ക്യാമറ ഉണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ വരും. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരമുണ്ട് നടക്കാൻ. നമുക്കപ്പോൾ അങ്ങോട്ട് പോയിട്ട് അതിൻ്റെ വ്യൂ എങ്ങനെയുണ്ടെന്നുള്ളത് കാണാം. ഓക്കെ, നമ്മളിതിൻ്റെ ഏകദേശം പകുതിക്ക് എത്തിയിട്ടുണ്ട്. പകുതിക്ക് എത്തുമ്പോഴുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. താഴവശം കാണുന്ന ടൗണാണ് ഗൂഡല്ലൂർ ടൗണ്. നമുക്കാണ്ട് അതിലങ്ങ് നടന്ന് അങ്ങ് ആ ടോപ്പിലെത്തണം. അവിടെയാണ് ആ വ്യൂ പോയിൻ്റ് ഉള്ളത്. നമുക്ക് എന്താണെങ്കിലും അവിടെ ചെന്നിട്ട് നോക്കാം എങ്ങനെ ഉണ്ടാവും വ്യൂ എന്നുള്ളത്. അവിടെ നല്ല അടിപൊളി പാറയൊക്കെ കാണുന്നുണ്ട്. വ്യൂ പോയിന്റിലെത്തി. ഇതാണ് നമ്മുടെ നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ഇതിന് പണ്ട് സൂയിസൈഡ് പോയിന്റ് എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ പേരൊക്കെ മാറ്റി. നമുക്ക് അവിടെ നിന്നുള്ള വ്യൂ എന്തായാലും കാണാം. ഓക്കെ, ഇത് നമുക്ക് റോക്ക് വ്യൂ പോയിന്റിൽ നിന്നുള്ള വ്യൂ ആണിത്. താഴെ ഈ വെള്ള സ്പോട്ടിൽ കാണുന്നതാണ് ഗൂഡല്ലൂർ ടൗൺ. ആ കാണുന്ന പാറയ്ക്കാണ് ഫ്രോ ഹിൽ എന്ന് പറയുന്നത്. ഏകദേശം കാണുമ്പോൾ ഒരു തവള ഇരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ നീഡിൽ റോക്ക് വ്യൂ പോയിന്റിൽ കണ്ട് തിരിച്ചിറങ്ങുകയാണ്. ഏകദേശം അങ്ങോട്ടേക്ക് എത്തണേൽ ഒരു 400 മീറ്ററോളം ദൂരമുണ്ട് നടന്ന് മെയിൻ റോഡിൽ നിന്ന് നടന്നു വരെ. അപ്പം പകലക്കിണർ ഈ കുഴപ്പമില്ല, നമുക്ക് ടൗണിൻ്റെയൊക്കെ നല്ല വ്യൂ ഉണ്ടാവും. പിന്നെ 2-3 പാറകളൊക്കെ അപ്പുറമുണ്ട്, അതിൻ്റെ നല്ല വ്യൂ ആയിരിക്കും. പക്ഷെ മോർണിംഗിലൊക്കെ വരികയാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ. കോടയൊക്കെ ഇറങ്ങിയിരിക്കണതുകൊണ്ട് നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പം എന്തായാലും നല്ല വെയിലാണ്. നമ്മളിവിടുന്ന് തിരിച്ചിറങ്ങാം. അപ്പം നമുക്ക് എന്തായാലും ഊട്ടി പോയിട്ട് ബാക്കിയുള്ള ദൃശ്യങ്ങളൊക്കെ കാണാം. പോണ വഴിക്ക് എന്തെങ്കിലും സ്ഥലങ്ങൾ കാണാനുണ്ടെങ്കിൽ നമുക്കതും കാണാം. ഓക്കെ, ഊട്ടി വഴിക്ക് ഏതിൽ വന്നാലും ഇങ്ങനെ ക്യാരറ്റ് വെക്കുന്നവരെ കാണാം. ഇവിടെ ക്യാരറ്റിന് കൃഷി ഒരുപാടുള്ള കാരണം നമുക്ക് പോകുന്ന വഴി കൂടെയൊക്കെ ക്യാരറ്റ് ആണ്. നല്ല ഫ്രഷ് ക്യാരറ്റ് കിട്ടും. നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന പോലെ നല്ല കഴിച്ചും പറയുന്ന ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത്. എന്തായാലും ഞങ്ങൾ മേടിക്കുകയാണ്, നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത്. തമിഴ്നാട്ടിൽ കയറി കഴിഞ്ഞാൽ ഓരോ കിലോമീറ്റർ കഴിയുമ്പം ഇതുപോലത്തെ ഓരോ ബോക്സ് കാണാം. കാരണം തമിഴ്നാട്ടിൽ കയറി കഴിഞ്ഞാൽ എവിടെയും നമ്മളൊരു വേസ്റ്റ് ഇടാനോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഇവരുടെ ഇതിനകത്തോട്ട് കൊണ്ടുവരാനോ ഒന്നും സംഭവിക്കുകയില്ല. കാരണം നമ്മൾ ബോർഡർ കിടക്കുമ്പോൾ തന്നെ ഒരു പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ എല്ലാം എടുത്ത് നമ്മളെടുത്ത് മാറ്റിക്കും. അങ്ങനെ ഓരോ കിലോമീറ്റർ ഇടയ്ക്ക് ഇങ്ങനെ വേസ്റ്റ് ഇടാനുണ്ടാവും. ഇടക്കൊന്നും ഇടരുത്, എല്ലാവരും ഇതിലേ വേസ്റ്റ് ഇടാൻ പാടുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം ഫൈനെല്ലാം കിട്ടും. നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് കഴിഞ്ഞ് ഏകദേശം ഒരു 10-20 കിലോമീറ്റർ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് ഈ പൈക്കര വാട്ടർഫാൾസ് വരുന്നത്. ഒരു ഏകദേശം 300 മീറ്റർ നമുക്ക് അവിടെ പോയ പോലെ തന്നെ ഏകദേശം ഒരു 300 മീറ്റർ ഇങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പം നമുക്ക് പോയി നോക്കാം എങ്ങനെ ഉണ്ടാകുന്നുള്ള വാട്ടർഫാൾസ്. ഓക്കെ, പൈക്കര വാട്ടർഫാൾസ് താഴേക്കാണ്. പക്ഷെ നമുക്ക് ഇവിടെ നിന്നുള്ള വ്യൂ തന്നെ നല്ല സൂപ്പറാണ്. നല്ല രസമാണ് കാണാൻ. അങ്ങോട്ടേക്ക് നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ് വെള്ളം ഒരു പച്ച കളറിലാണ്. നല്ല ഭംഗിയാണ്. ഇവിടെ നിന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല അടിപൊളിയായി.
സൂപ്പർ വെള്ളച്ചാട്ടമാണ് കേട്ടോ. പക്ഷേ വെള്ളച്ചാട്ടത്തിന് അത്ര ഡെപ്ത് ഒന്നും ഇല്ലെങ്കിലും പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്, സൂപ്പറാണ് കേട്ടോ. ആസ്വദിക്കാൻ തന്നെ നല്ല രസമാണ് വെള്ളച്ചാട്ടം ചാടുന്നതാണ്. മോള് വശത്തേക്കാണെങ്കിലും അവിടുന്ന് നല്ല പച്ചപ്പിൻ്റെ വ്യൂ ആണ്. ഇപ്പം നമ്മളുള്ളത് മൊട്ടക്കുന്നിലാണ്. ഇത് ഏകദേശം പൈക്കര വെള്ളച്ചാട്ടത്തിൽ നിന്ന് നമ്മൾ അവിടുന്ന് ഏകദേശം ഒരു 15-20 കിലോമീറ്റർ കാണും. ഇതിങ്ങനെ ചുറ്റിനും ഇങ്ങനെ ഫുള്ളും മൊട്ടക്കുന്നാണ്. ഈ സ്ഥലം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ഈ സ്ഥലമാണ് നമ്മുടെ ഹരികൃഷ്ണൻസിലൊക്കെ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ കൂടി പാട്ട് പാടി നടക്കുന്ന സ്ഥലമാണിത്. ഇതിങ്ങനെ കുറേ ഉണ്ട്, അതിന് കുറച്ച് ഏരിയ മാത്രമേ കാണിച്ചുള്ളൂ. അങ്ങനെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, അങ്ങോട്ടേക്കൊക്കെ കണ്ടു, അങ്ങോട്ടേക്കൊക്കെ കിടക്കുന്നത് തന്നെയാണ് ഈ സ്ഥലമാണ്. ഇത് കുറേ ഫിലിമിലുണ്ട്, കിലുക്കത്തിലുണ്ട്, ഹരികൃഷ്ണൻസ് ഉണ്ട്, അങ്ങനെ കുറേ പടത്തിലൊക്കെ ഉണ്ട്. ഇപ്പം വരേണ്ടവർക്ക് നല്ല അടിപൊളി പ്ലേസാണ്, കാണണമെങ്കിൽ കാണുകയൊക്കെ ചെയ്യാം. സൂപ്പർ പ്ലേസാണ്. ഇവിടുന്ന് ഏകദേശം ഊട്ടിക്ക് ഒരു 15-20 കിലോമീറ്റർ കൂടെ കാണും. നമുക്ക് ഊട്ടിയിലെ സ്ഥലങ്ങൾ കാണാം. ഞങ്ങളിപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്ന ബൊട്ടാണിക് ഗാർഡനിൽ മാത്രം പോകാനാണ്, വേറെ എവിടേക്കും പോകാനുള്ള ടൈം ഉണ്ടാവില്ല. നമുക്ക് ബൊട്ടാണിക് ഗാർഡനും ഡീറ്റെയിൽസൊക്കെ കാണാം. ഓക്കെ, നമ്മൾ ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിലെത്തി. ഇവിടെ കയറാൻ എൻട്രി ഫീ 50 രൂപയാണ്. പിന്നെ ഇതിൽ മാസ്ക് ഇല്ലാതെ ആരെയും കയറ്റി വിടുന്നില്ല. കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് ഇപ്പോൾ കൊറോണ ആയതിൻ്റെ. സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് പറയുന്നത്, പക്ഷേ അങ്ങനെയൊന്നും ഇവിടെ ആരും ചെയ്യുന്നില്ല. എന്തായാലും നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡനൊക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് കാണാം. ഫുള്ള് ഫ്ലവേഴ്സാണ് ഇവിടെ മൊത്തം. അതേപോലെ തന്നെ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരുന്ന് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സൂപ്പർ പ്ലേസാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇത് തന്നെ കാണാം, അവിടെ ഇഷ്ടംമാതിരി ഫാമിലികളൊക്കെ ഉണ്ട്. ഓരോരോ സ്ഥലത്തായിട്ടായിരിക്കുന്നത്, എല്ലാവർക്കും ഓരോരോ പ്രൈവറ്റ് പ്ലേസ് നോക്കിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഫാമിലി ആയിട്ടൊക്കെ ഇരിക്കാനാണെങ്കിലും മരം കൊണ്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണുന്നില്ല ലൈറ്റിൻ്റെ ഇത് കാരണം, കാണിക്കാം. ഉള്ളി കയറുമ്പോൾ തന്നെ പൂവിൻ്റെ ഒരു സ്മെല്ല് വേറൊരു അടിപൊളിയാട്ടോ, സൂപ്പറാണ്. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ പൂവിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. അല്ല വെറൈറ്റി ഇനം പൂസ് കുറേ ഉണ്ട്. ഉണ്ടോ?
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മൾ വയനാട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. വയനാട്ടിൽ നിന്ന് ഊട്ടിക്ക് ഏകദേശം 100 കിലോമീറ്റർ ഉണ്ട്. വരുന്ന വഴിക്കൊക്കെ നല്ല സ്ഥലങ്ങളുണ്ട് കാണാൻ. നല്ല തേയിലത്തോട്ടങ്ങളുണ്ട്, അടിപൊളിയാണ്. പിന്നെ നല്ല ക്യാരറ്റ് ഉണ്ടാക്കുന്ന തോട്ടങ്ങളുണ്ട്. നമുക്ക് ക്യാരറ്റൊക്കെ അവിടെ നിന്ന് ലൂസായിട്ട് കിട്ടും. റോഡ് സൈഡിലും ഞാൻ നേരത്തെ കാണിച്ച വീഡിയോയിലേക്ക് ഇങ്ങനെ ക്യാരറ്റും 1 രൂപയ്ക്കൊക്കെ ഇങ്ങനെ വിൽക്കുന്നുണ്ട്. 1 രൂപ, 2 രൂപ, 3 രൂപയ്ക്കാണ് ക്യാരറ്റിന് വലിപ്പം അനുസരിച്ചാണ് വിലയുള്ളത്. അത് ഒരു സെറ്റായിട്ട് കൊടുക്കുന്നുമുണ്ട്. പിന്നെ നമുക്കിത് കാണുകയും ചെയ്യാം. പിന്നെ വരുന്ന വഴിക്ക് നമുക്ക് പൈക്കര വെള്ളച്ചാട്ടമുണ്ട്. ഇതേമാതിരി ഫിലിമിൻ്റെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമുണ്ട്. പിന്നെ നമുക്ക് പോവുകയാണെങ്കിൽ പൈൻ ട്രീസിൻ്റെ ഇടയിൽ കൂടെ പോവാം. പിന്നെ കുതിരപ്പുറത്തൊക്കെ യാത്ര ചെയ്യേണ്ടവർക്കൊക്കെ ആണെങ്കിലും യാത്ര ചെയ്യാം. അങ്ങനെ ഒരുപാട് നമുക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഈ ഊട്ടിക്ക് വരുന്ന വഴിക്ക്. ഊട്ടിയിലാണെങ്കിൽ നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡനാണ് ഏറ്റവും സൂപ്പറായിട്ടുള്ളത്. പിന്നെ ഒരു റോസ് ഗാർഡനുണ്ട്. റോസ് ഗാർഡനിൽ നമ്മൾ പോയില്ലായിരുന്നു, കാരണം അവിടെ പൊതുവെ പൂവ് കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ പോകാതിരുന്നത്. അപ്പം ബൊട്ടാണിക്കൽ ഗാർഡനിലും പൂവ് കുറവായിരുന്നു. സാധാരണ ഇതിലും കൂടുതൽ ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ അവർ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ മെയ് മാസത്തിലേക്കുള്ളത്. ഓക്കെ, അപ്പം നമ്മളിനി വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.